പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു കൊലപാതകം നടന്നത്. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം? ബൈജുവിന് ഭാര്യ വൈഷ്ണവിയെ സംശയം ആയിരുന്നു എന്നാണ്. അവിഹിതം ആരോപിച്ചുകൊണ്ട് നിരന്തരം ഭാര്യയെ സംശയിച്ചുകൊണ്ട് ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികളും പറയുന്നത്. ഇത് തന്നെയാണ് പോലീസ് എഫ്ഐആറിലും ഉള്ളത്. ഈ വഴക്ക് പിന്നീട് ഇന്നലെ രൂക്ഷമാവുകയും വൈഷ്ണവി സമീപത്തുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു. ഈ സുഹൃത്ത് വിഷ്ണുവിനെയാണ് ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത്. വൈഷ്ണവിയെ ആദ്യം കൊടുവാളുമായി ഇയാൾ പിന്തുടർന്ന് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. വൈഷ്ണവിയെ ഇവിടെ വെച്ച് മാരകമായ മുറിവേൽപ്പിച്ച് വെട്ടി കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം സിറ്റ് ഔട്ടിലേക്ക് വിഷ്ണുവിനെ വിളിച്ചു വരുത്തിയ ശേഷം വിഷ്ണുവിനെയും ബൈജു വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. വിഷ്ണുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കും വഴിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുന്നത്. 12 മണിയോടെ രണ്ടുപേരും മരിക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ബൈജുവിനെ ഇന്നലെ രാത്രി തന്നെ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഇനി വരും മണിക്കൂറുകളിലും ഉണ്ടാകും. പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം വൈഷ്ണവിയെ ബൈജുവിന് സംശയമായിരുന്നു. അയൽവാസിയായിട്ടുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു, വിഷ്ണുവുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു വൈഷ്ണവിയെ നിരന്തരമായി ഈ സംശയത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്, ബൈജുവും വൈഷ്ണവിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. കൊടുവാൾ ഉപയോഗിച്ചാണ് വൈഷ്ണവിയെയും വിഷ്ണുവിനെയും ബൈജു വെട്ടി വീഴ്ത്തിയത്. തലയടക്കമുള്ള ശരീരഭാഗങ്ങളിൽ മാരകമായ മുറിവേറ്റിരുന്നു. രണ്ടുപേർക്കും ആഴത്തിലുള്ള മുറിവാണ് വൈഷ്ണവിക്കും വിഷ്ണുവിനും തലയടക്കമുള്ള ഭാഗങ്ങളിൽ ഏറ്റത്. ഇങ്ങനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ആഴത്തിലുള്ള മുറിവ് ഏറ്റ വൈഷ്ണവി കൊല ചെയ്യപ്പെടുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കും വഴി വിഷ്ണു കൊല ചെയ്യപ്പെടുകയുമായിരുന്നു. നേരത്തെ ഒന്നിച്ച് പഠിച്ചതടക്കമുള്ള സുഹൃത്തുക്കളായിരുന്നു ഈ വിഷ്ണുവും ബൈജുവും. മുൻപരിചയമുള്ള അടുത്ത സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഇവർ തമ്മിലുള്ള ഇങ്ങനെയുള്ള ഈ സംശയത്തെ തുടർന്നുള്ള ഭാര്യയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള അവിഹിത സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആർ. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്, തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. കോന്നി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധനകൾ വരും മണിക്കൂറുകളിൽ നടത്തും. ഇന്നലെ രാത്രിയും പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളിൽ എത്തി ഈ പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ബൈജുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി മിഥുൻ.